ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2025 അഡ്മിഷൻ എടുത്ത 3 ഇയർ 5 ഇയർ LLB കാൻഡിഡേറ്റ്സിന് ഉടനെ തന്നെ അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാകുന്നതായിരിക്കും. പല യൂണിവേഴ്സിറ്റികളിലെയും ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഫീ നോട്ടിഫിക്കേഷൻ വന്നതായി അറിഞ്ഞു. അപ്പോൾ ആദ്യമായി ഒരു LLB സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഒരുപാട് ഡൗട്ട്സും വെറീസും ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ അവർ ആദ്യമായിട്ടായിരിക്കും ഒരു യൂണിവേഴ്സിറ്റി LLB സെമസ്റ്റർ എക്സാം എഴുതുന്നുണ്ടാവുക. അപ്പോൾ +2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കരിക്കുലം അക്കാദമിക് സിസ്റ്റമൊക്കെയാണ് നമ്മൾ ലോ കോളേജിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ +2 നമ്മൾ പഠിക്കുമ്പോൾ അറ്റ് ടു ദ പോയിൻ്റ് ആയിട്ട് എഴുതാൻ മതി. പക്ഷേ LLB യൂണിവേഴ്സിറ്റി എക്സാം എഴുതുമ്പോൾ വളരെ ബ്രീഫായി വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ എഴുതുക. അപ്പോൾ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ഫസ്റ്റ് സെമ്മിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ കുറേ പേരൊക്കെ ഫസ്റ്റ് സെമ്മിൽ സപ്ലി അടിക്കാറുണ്ട്. പിന്നെ സെക്കൻഡ് സെമ്മൊക്കെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സിസ്റ്റത്തോട് നമ്മൾ ഏകദേശം അക്ലിമറ്റൈസ്ഡ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ ഓരോ സെമ്മുകൾ അങ്ങോട്ട് പാസ്സായി പൊക്കോളും. അപ്പോൾ ഈ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ആദ്യത്തെ ഒരു 6 മാസമൊക്കെ ലോ കോളേജ് ഇരിക്കുമ്പോൾ നമ്മൾ ഈ ക്ലാസ്സും കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ ഇവിടെ സംഭവിക്കണം, ഇവിടെ നടക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഡിഗ്രി കഴിഞ്ഞ് വരുന്നവർ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും ഇല്ലേ. ഈ ഒരു സിസ്റ്റം, ഈ യൂണിവേഴ്സിറ്റി സെമസ്റ്റർ എക്സാം സിസ്റ്റത്തോടൊക്കെ കുറേയൊക്കെ അവരെന്ത് ചെയ്യും, ഓക്കെ ആയിരിക്കും. കാരണം അവർ കുറച്ചുകൂടെ പരിചിതമായിരിക്കും. പിന്നെ 3 ഇയർ LLB സ്റ്റുഡൻസിൽ ബുദ്ധിമുട്ടുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ബ്രേക്കൊക്കെ കഴിഞ്ഞ് LLB പഠിക്കാൻ ചേർന്ന പ്രായമായവർ ഇല്ലേ, അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ലാംഗ്വേജ് ആയിക്കോട്ടെ, ക്ലാസ്സുകളായിക്കോട്ടെ, പഠിച്ചെടുക്കാനൊക്കെ എന്ത് ചെയ്യും, അവർക്ക് കുറച്ച് ടൈം എടുക്കാറ്. ഡോൺ വെറി, ആരും പേടിക്കേണ്ട. 5 ഇയർ LLB കുട്ടികളായിക്കോട്ടെ, 3 ഇയർ LLB കുട്ടികൾ ആരും ഒന്നും കൊണ്ട് പേടിക്കേണ്ട. LLB നമുക്ക് സുഖമായിട്ട് പാസ്സായി പോകാൻ പറ്റുന്ന എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അക്കാദമിക് സിസ്റ്റം തന്നെയാണ്. ഓക്കെ, ഒന്ന് എഫേർട്ട് ഇട്ടാൽ, ഒന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓരോ സെമ്മും നമുക്ക് സുഖമായി എന്ത് ചെയ്യുക, പഠിച്ച് പാസ്സായി പോവും. അപ്പോൾ എന്താ പറയുക, വെറീസോ ടെൻഷൻസോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ LLB എക്സാം എഴുതാൻ പോകുന്ന, ആദ്യമായിട്ട് LLB സെമസ്റ്റർ എക്സാം ഫേസ് ചെയ്യാൻ പോകുന്നവർക്കുള്ള ടെൻഷൻസും വെറീസും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ചാനലിലൂടെ ഒരു ഫസ്റ്റ് സെം LLB യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെ ഒരു ഗൈഡൻസ് സ്റ്റഡി സീരീസ് ഞാൻ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കല്ലേ നമുക്ക്. അപ്പോൾ ഈ ഗൈഡൻസ് സ്റ്റഡി സീരീസിലൂടെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യും. ആ വീഡിയോസിലൂടെ ഒക്കെ എങ്ങനെ ഈ സെമസ്റ്റർ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, റെഫർ ചെയ്യേണ്ട ബുക്സ്, എങ്ങനെ നോട്ട്സ് ഉണ്ടാക്കണം, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതുപോലെ തന്നെ ചില ലെക്ചർ ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ എൻക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് നമുക്ക് പാസ്സായി നമുക്ക് എന്ത് നോക്കാം. ഈ ആദ്യത്തെ ഒരു സെമ്മ് നമുക്ക് പാസ്സാവാനേ ബുദ്ധിമുട്ടുള്ളൂ. ഏകദേശം നമുക്ക് ഈ ഒരു സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോ സെമ്മുകളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സുഖമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാസ്സായി പോകും. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. സീരീസിൻ്റെ വീഡിയോസ് നമ്മൾ ഓരോന്നോരോന്നെ ഇനി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ. അപ്പോൾ 2025 നമുക്ക് എൻട്രൻസിൻ്റെ സീരീസിലേക്ക് ഒരുപാട് പേര് സപ്പോർട്ട് വന്നു. ആ സീരീസ് പഠിച്ച് ഒരുപാട് പേര് ലോ കോളേജിൽ കയറിയെന്നറിയാം. അത് ഒരുപാട് പേര് ഇതിൽ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സ് ആയിട്ടുള്ളവരും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഈ സെമസ്റ്റർ എക്സാമിൻ്റെ സ്റ്റഡി സീരീസിലേക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ LLB അല്ലെങ്കിൽ ക്ലീ സ്റ്റഡി സീരീസ് അതേ മാതൃകയിൽ തന്നെ ആയിരിക്കും ഈ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ്റെ LLB സെമസ്റ്റർ എക്സാംസിൻ്റെ സ്റ്റഡി സീരീസിനെ പറ്റി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സപ്പോർട്ടാണ് മെയിൻ. അപ്പോൾ നിങ്ങളെല്ലാ സപ്പോർട്ടും തരിക. നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾ എക്സാം മോസ്റ്റ് പ്രോബബിളി ഞാൻ പറഞ്ഞില്ല ഒരു ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ഒക്കെ ആയിട്ട് എക്സാം പ്രതീക്ഷിക്കാം. ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പയ്യെ കുറച്ച് വായിച്ച് നിങ്ങൾ തുടങ്ങുക. അപ്പോൾ ഓൾറെഡി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു LLB സെമസ്റ്റർ എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റിയ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാം. ഇന്ന് ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ബ്രീഫ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം ഇപ്പോൾ പല സബ്ജക്റ്റുകളുണ്ട്, ഒരു 6 സബ്ജക്റ്റ് ഉണ്ട്. ഈ 6 സബ്ജക്റ്റുകളും ചില സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇല്ല, ചില സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളിൽ കൂടുതൽ ടൈം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരു പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കാൻ നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് ടൈം ടേബിളൊന്നും വന്നിട്ടില്ല. ഈ ടൈം ടേബിൾ നിങ്ങൾ സെൽഫായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഒരു സെൽഫായിട്ട് നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റിന് ഇത്ര നേരം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ടീച്ചർ എന്ന നോട്ട്സൊക്കെ എടുത്തൊന്ന് വായിക്കുക, നിങ്ങൾ സെൽഫായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ടൈം ടേബിൾ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. പിന്നെ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നു കഴിഞ്ഞ്, സെമസ്റ്റർ എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു വമ്പിച്ചൊരു ടൈം ടേബിൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ ആദ്യം സെറ്റ് ടൈം ടേബിൾ നിങ്ങൾ ആദ്യം ചെയ്യുക. പിന്നെ എന്താ, മൊഡ്യൂൾ വൈസുള്ള സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് വയ്ക്കുക.
അപ്പോൾ കൃത്യമായിട്ട് സിലബസ് എന്താണെന്നും ഓരോ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ആ ടോപ്പിക്സ് നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോയാൽ മതി. മൊഡ്യൂളിൽ ഇല്ലാത്തത് നമ്മുടെ സിലബസ് ഇല്ലാത്ത കാര്യങ്ങൾ പഠിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ടൈം കളയരുത്. നമ്മുടെ സിലബസിലുള്ളത് ആദ്യം പഠിക്കുക, ക്ലാരിഫൈ ചെയ്തിട്ട് അതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, വേറെ സബ്ജക്റ്റുകളിലേക്ക് നമ്മൾ ഈ ടോപ്പിക്സിലേക്ക് നമ്മൾ പോയി. പിന്നെന്താ, കളക്ട് ലൈബ്രറി ബുക്സ്, ഗൈഡ് എക്സെട്ര. അപ്പോൾ ഏകദേശം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ ലൈബ്രറിയിലെ ബുക്കുകളൊക്കെ കാലിയാവും. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് ലൈബ്രറിയിൽ നിന്ന് പറ്റിയ ബുക്കുകൾ, നിങ്ങൾക്ക് പറ്റിയ ബുക്കുകൾ ഏതാണ് നിങ്ങളത് മറച്ച് നോക്കുക. ഓക്കെ, മെയിൻലി ഇപ്പം ഞാനൊക്കെ മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്ന ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ബുക്കാണ്. കുറച്ചുകൂടെ വായിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നിങ്ങളുടെ പ്രിഫറൻസ് എന്താ, നിങ്ങളുടെ ടേസ്റ്റ് എന്താ അനുസരിച്ച് ലൈബ്രറിയിൽ പോയിട്ട് ബുക്കുകളൊക്കെ എടുത്ത് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, എടുത്ത് വയ്ക്കുക. കാരണം എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് എന്താ പറയുക, ടൈം ടേബിൾ വന്നാൽ പിന്നെ ലൈബ്രറിയിൽ നിന്ന് ബുക്കൊക്കെ കാലിയാവും, പിന്നെ നമ്മൾ വിചാരിച്ച ബുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, പിന്നെ കളക്ട് പ്രീവിയസ് ഇയർ പേപ്പേഴ്സ്. നമ്മൾ ഏത് എക്സാം എഴുതണം, ഇപ്പം നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, MGO, കേരളയോ, കാലിക്കട്ടോ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കണം. ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡ്രൈവിൻ്റെ ലിങ്ക്, ആ ഡ്രൈവ് ലിങ്കിൽ കുറച്ച് പ്രീവിയസ് ഇയർ പേപ്പേഴ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ കോളേജ് ലൈബ്രറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ആ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് കളക്ട് ചെയ്ത് വെക്കുക. അതെങ്ങനെ അനലൈസ് ചെയ്യണം, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. പിന്നെ മേക്ക് നോട്ട്സാണ്. നിങ്ങൾ പയ്യെ ഓരോ ടോപ്പിക്സ് മൊഡ്യൂൾ വൈസ് സിലബസ് നോക്കിയിട്ട് ഓരോ ടോപ്പിക്സിന് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ആ നോട്ട്സ് ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട്സ് എപ്പോഴും ഇംഗ്ലീഷിൽ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, മലയാളം ഉപയോഗിച്ച് നോട്ട്സ് ഉണ്ടാക്കൽ ഞാൻ പൊതുവേ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇംഗ്ലീഷ് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോഴായി ഇംഗ്ലീഷിൽ എഴുതണം. അപ്പോൾ നമ്മൾ നോട്ട്സ് ഉണ്ടാക്കുമ്പോഴേ ഇംഗ്ലീഷ് ഉണ്ടാക്കുക, പഠിക്കുമ്പോഴേ ഇംഗ്ലീഷിൽ പറഞ്ഞ് പഠിക്കുക. മലയാളത്തിൽ ജസ്റ്റ് മനസ്സിലാക്കിയാൽ വെക്കാം. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും എഴുതാനൊക്കെ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ എഴുതുക. പിന്നെ അതുപോലെ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ഗൈഡൻസ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് സെം എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പറയാം ഒരുപാട് ഡൗട്ട്സും കൺഫ്യൂഷൻസും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ടീച്ചറിനെ, അത് സബ്ജക്ട് ടീച്ചറിനെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് ഈ സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ, ബുക്സും കാര്യം അവർ അത് വേണ്ട ഗൈഡൻസ് അവർ തരും. ഓക്കെ, അപ്പോൾ അവരെ കണ്ട് വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ വേറെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിലുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.